ശ്രീത് പണിക്കർ നന്നായില്ലേ? ഇപ്പോൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനി കോടതിയിൽ പോയത് നന്നായി. ഇപ്പോൾ ജയേന്ദ്ര സാർ പറയുകയാണ് അത് അവർക്ക് ഈ അന്വേഷണത്തെ പറ്റി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് പോയതെന്ന്. പക്ഷെ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടുവല്ലോ കൂടുതൽ വ്യക്തതയോടുകൂടി എന്തൊക്കെയാണ് എക്സാലോജി കമ്പനി CMRലുമായുള്ള ഇടപാടിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. കാരണം അദ്ദേഹം ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇതൊരു തിരിച്ചടിയായിട്ട് വ്യാഖ്യാനിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അത് തിരിച്ചടിയായിട്ട് നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം എന്തായിരുന്നു ഒറിജിനൽ പ്രയർ? ഈ കേസ് ലിസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിലെ പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ക്വാഷ് ദി ഓർഡർ ഡേറ്റഡ് 31/1/2024 ബെയറിംഗ് നമ്പർ SFIO/ ഇത് പാസ്ഡ് ബൈ R1 എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ SFIO അന്വേഷണത്തിനെ തന്നെ റദ്ദാക്കണം, ആ ഓർഡർ ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ വിജയൻ ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതിനായിട്ട് അവർ പറഞ്ഞിരുന്ന സുപ്രധാനമായിട്ടുള്ള 3 കാരണങ്ങളിൽ ഒന്ന്, ഈ ഉത്തരവെന്ന് പറയുന്നത് ആർബിട്രറിയാണ്, അത് ഏകപക്ഷീയമാണ്, അവരിങ്ങനെ റാൻഡമായിട്ട് ആരെയോ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതിനൊരു ഗ്രൗണ്ട് ഇല്ല എന്ന രീതിയിലത്തേക്ക് അവർ പറഞ്ഞു. രണ്ടാമത്, ഇത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഓർഡറാണ് എന്നവർ പറഞ്ഞു. മൂന്നാമത്, ഇറ്റ് ഈസ് ബാഡ് ഇൻ ലോ, അതായത് നമ്മുടെ നിയമത്തിന്റെ പ്രൊവിഷൻസിനെ തെറ്റായ രീതിയിലത്തേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇതൊരു ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഏതാണ്ട് ഇതേ വാദങ്ങൾ തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ KSIDCയും കൊടുത്തിരുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇതേപോലെ തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡർ ആണ്, അതല്ല എങ്കിൽ ഞങ്ങൾക്ക് നാച്ചുറൽ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല, ഞങ്ങളെ കേട്ടില്ല, ഞങ്ങൾക്ക് ഈ ഓർഡറിന്റെ കോപ്പി ഒന്നും തന്നെ തന്നിരുന്നില്ല, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഇല്ലീഗലാണ് എന്നുള്ളതായിരുന്നു KSIDCയും പറഞ്ഞിരുന്നത്. അപ്പൊ ഈ 2 പേർക്കും ഒരേ ശബ്ദം, ഒരേ ഭാഷ്യം എന്ന് മാത്രം പറയാം. പക്ഷെ ഇവിടെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇത് ആർബിട്രറി ആണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഏകപക്ഷീയമാണ് എന്ന രീതിയിലത്തേക്ക് തെളിയിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള പോയിന്റും അവിടെ കൊണ്ടുപോകാൻ വീണ വിജയന് സാധിച്ചില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, എന്ത് കാരണങ്ങൾ കൊണ്ടാണോ ഇത് രണ്ടും ബാഡ് ഇൻ ലോയും ഇത് ബാഡ് ഇൻ ലോയും അല്ലെങ്കിൽ ഇല്ലീഗലും ആയി മാറുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അവരവിടെ നിരത്തിയിരുന്ന വാദങ്ങളൊന്നും തന്നെ കോടതി പരിഗണിച്ചു പോലുമില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? 210 സെക്ഷൻ അനുസരിച്ച്, കമ്പനീസ് ആക്ട് 2013 210 സെക്ഷൻ അനുസരിച്ച് അവിടെ RCOയുടെ ഒരു അന്വേഷണം അവിടെ നടക്കുകയാണ്, ROCയുടെ അന്വേഷണം നടക്കുകയാണ്. ROCയുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് പാരലായിട്ട് 212 ഇൻവോക്ക് ചെയ്തുകൊണ്ട് SFIയുടെ എൻക്വയറി എന്ന് പറയുന്നത് പറ്റില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് അവിടെ പോകുന്ന സമയത്ത് അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഒക്കെ തന്നെ നമുക്ക് കാണാം. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വിധിയിൽ കാണാം. പക്ഷെ അതിൽ വളരെ കൃത്യമായിട്ട് കോടതി ഒബ്സർവ് ചെയ്തിട്ട് അവിടെ പറയുന്നുണ്ട്, അവിടെ ഇപ്പോൾ SFIOയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പറയുന്ന അഭിഭാഷകൻ പറയുന്ന കാര്യങ്ങളെ സ്ട്രെസ് ചെയ്തുകൊണ്ട് കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 212 എന്ന് പറയുന്ന സെക്ഷൻ അവിടെ ഇൻവോക്ക് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. ഇതുവരെ CPMന്റെ ഉൾപ്പെടെ ആൾക്കാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വളരെ വലിയ രീതിയിലുള്ള വയലേഷനാണ്, ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ കോടതിയിൽ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ വീണ കോടതിയിൽ പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ 212 എന്ന് പറയുന്ന ഓർഡർ അവിടെ നിലനിൽക്കും എന്നും, അത് ആ ഓർഡർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ 212ാമത്തെ സെക്ഷനെ പറ്റി പറയുന്ന ഭാഗത്ത് തന്നെ പറയുന്നത് എന്താണ്? വിത്തൗട്ട് പ്രെജുഡിസ് ടു വാട്ട് എവർ ദാറ്റ് ഈസ് മെൻഷൻ ഇൻ 210 എന്ന് വെച്ചാൽ വിത്തൗട്ട് പ്രെജുഡിസ് ടു ഹൂ? വിത്തൗട്ട് പ്രെജുഡിസ് ടു ദ പെറ്റീഷണർ. ഈ കേസിൽ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള അവരെ വേറൊരു രീതിയിലും ബാധിക്കാത്ത ഒരു എൻക്വയറി, അവരെ വേറെ രീതിയിലുള്ള പ്രജുഡിസും അപ്ലൈ ചെയ്യാത്ത ഒരു എൻക്വയറി, ആ എൻക്വയറിക്ക് നിയമസാധുതയുണ്ട് എന്ന് കോടതി പറയുന്നു. അതോടൊപ്പം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മറ്റൊരു ഏജൻസി അല്ല അന്വേഷിക്കുന്നത്, ഇതേ കമ്പനി ആക്ടിന്റെ പരിധിയിൽ തന്നെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏജൻസി തന്നെയാണ് അന്വേഷിക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള അപാകതയും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല 210 അനുസരിച്ചുള്ള എൻക്വയറിയേക്കാൾ വിശാലമായ അധികാരം SFIOയുടെ 212 എൻക്വയറിക്ക് ഉണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ. കാരണം ഇങ്ങനെ 210 അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഈ രേഖകൾ പിടിച്ചെടുക്കുവാനും അതുപോലെ തന്നെ ഈ സമൻസ് അയക്കുവാനും ഒക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി, സീരിയസ് ഫ്രോഡിന്റെ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണല്ലോ 212. അത് കോടതിക്ക് ബോധ്യപ്പെടുകയല്ലേ ശ്രീത് പണിക്കർ? തീർച്ചയായിട്ടും അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് കോടതി അത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊരു സുപ്പീരിയർ എൻക്വയറി ആകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിലുള്ള ക്ലോസ് തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ കോടതി തന്നെ പറയുന്നുണ്ട്, അതിലെ സെക്ഷൻ 2 എന്ന് പറയുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് SFIOയുടെ എൻക്വയറി അവിടെ നിൽക്കുകയാണ് എങ്കിൽ മറ്റുള്ള എൻക്വയറികൾക്ക് മുകളിലാണ്, മറ്റുള്ള എൻക്വയറികൾ പിന്നെ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാര്യങ്ങൾ മുഴുവൻ SFIOയ്ക്ക് കൈമാറണം.
അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ജയേന്ദ്രൻ സാർ ഇവിടെ പറഞ്ഞിരുന്നു ഈ 135 കോടിയുടെ ക്രമക്കേട് നടന്നതിനാൽ, അതായത് ഈ മാസപ്പടി ഡയറിയിലെ 135 കോടി മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയത് ശരിയാണ്, അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. പക്ഷേ അതുപോലുമല്ല, അതിന്റെ അപ്പുറത്താണ് കാര്യങ്ങൾ. അത് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 17ാമത്തെ പേജിന്റെ 16ാമത്തെ പാരഗ്രാഫിൽ ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രിംഗ് ഫ്രം എയർ, ശൂന്യതയിൽ നിന്ന് വന്നതല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി it was due to the information received from the Enforcement Directorate regarding the transaction between CMRL and the petitioner. അത് പ്രകാരം കമ്മ്യൂണിക്കേഷൻ സെൻഡ് ടു ദ പെറ്റീഷണർ ഓൺ 29/1/2021 എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇവർ പറഞ്ഞിരുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള രേഖകളും ആവശ്യപ്പെട്ടിട്ടില്ല വീണ വിജയനിൽ നിന്ന് എന്നാണ്. ശരിയാണ്, ഈ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ സമയത്ത് എക്സാലോജിക്കിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നിരിക്കാം. കാരണം അപ്പോൾ CMRലുമായിട്ടുള്ള തർക്കമായിരുന്നു നടന്നിരുന്നത്. പക്ഷേ 29/1/2021 തന്നെ വിശദമായി EDയുടെ നിർദ്ദേശപ്രകാരം ആവശ്യപ്പെടുന്നു എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കത്തുകൊടുത്തതാണ് ആർക്ക്? വീണ വിജയന്റെ കമ്പനിക്ക്. in order to examine the matter to see the compliance of various provisions of the Companies Act 2013. അപ്പോൾ കൃത്യമായ രേഖകൾ അന്നേ ആവശ്യപ്പെട്ടു തുടങ്ങിയതാണ്. ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട് ഈ 2023 ടൂട്ടൺ അന്വേഷണത്തിലേക്ക് വരാനുള്ള കാരണമായി ഈ നൽകിയ രേഖകളൊന്നും വിശ്വസനീയമല്ല, കൂടുതൽ അന്വേഷണം വേണ്ടതാണ് എന്ന്. അപ്പോൾ എല്ലാ വാദങ്ങളും പൊളിയുന്നതല്ലേ? എനിക്കൊരു സംശയമുള്ളത്, ഈ EDയുടെ അന്വേഷണം 2021 നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല? ശ്രീജിത്ത് പണിക്കർ, എവിടെ വെച്ച് തടസ്സപ്പെട്ടു? അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രീതിയിലത്തേക്കുള്ള ഒരു ഭാഗം ഈ കോടതിയുടെ വിധിയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ന്യായമായിട്ടും കരുതാമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് അവിടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്, SFIOയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിഭാഷകൻ അവിടെ പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് എന്നത് ബോധ്യമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SFIOയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ അവർക്ക് അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നത് ബോധ്യമായി കഴിഞ്ഞു എന്ന് അവർ കോടതിയെ ബോധിപ്പിക്കുകയാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമുണ്ട്. അതായത് SFIOയുടെ എൻക്വയറി തന്നെ അവിടെ ആവശ്യമുണ്ട്. ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ എൻക്വയറിയുടെ മുകളിലേക്ക് കൂടുതൽ അധികാരമുള്ള ഒരു ഏജൻസി വേണം. കാരണം ഇത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എന്ന് പറയുന്നതിനുള്ള കാരണമായിട്ട് പോലും അവർ പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 1.72 crore അവിടെ കൊടുത്തിരിക്കുന്നതിന് പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നത് ബോധ്യമായിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.72 crore അവിടെ കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ല എന്ന് രണ്ടാമതൊരു ഏജൻസി ഇപ്പൊ പറയുകയാണ്. നമ്മൾ കണക്ക് വെച്ചതിന്റെ ഓരോന്നിന്റെയും സ്ട്രക്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏജൻസി എന്ന് പറയാം. കാരണം ഇതേ കാര്യം തന്നെ ആദ്യം ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നു, അതിനുശേഷം ഇത് ROC പറയുന്നു, അതിനുശേഷം ഇപ്പൊ SFIOയും കോടതിയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഈ ആൾക്കാർക്ക് അത് ബോധ്യമായി. ഒരുപക്ഷെ അതിന് അവരെ സഹായിച്ചിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ SFIOയുടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ ROCയിൽ ഉണ്ടായിരുന്ന 3 അംഗങ്ങൾ ഇതിനകത്തിലും ഉണ്ട് എന്നുള്ളതാണ്. ഇനി മഞ്ജുഷിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു ED അന്വേഷണം ഉണ്ടായിട്ടും അത് പുറത്തു വരാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് നമുക്കറിയില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നേരത്തെ തന്നെ ഇതിന്റെ ഒരു സ്കോപ്പ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു എൻക്വയറി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ തുക, അതായത് നമ്മൾ ഈ പറയുന്ന 1.25 കോടി രൂപയല്ല, നേരെ മറിച്ച് രാഷ്ട്രീയക്കാർക്കും മറ്റുള്ളവർക്കും മാത്രം നൽകിയിരിക്കുന്ന ആദ്യത്തെ 95 കോടി, പിന്നെ മൊത്തത്തിലുള്ള 135 കോടി എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് റീസണബിളി വലിയ എമൗണ്ട് ആണ്. അപ്പൊ ആ എമൗണ്ടുമായി ബന്ധപ്പെട്ട് അതൊരു മണി ലോണ്ടറിംഗിന്റെ സ്വഭാവം അവിടെ ഉണ്ട്. കാരണം അതിൽ ഈ 1.72 crore എന്ന് പറയുന്നതിന് മാത്രമാണ് ഈ CPMകാർ പറയുന്ന രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ട്രെയിലെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്നത്. നേരെ മറിച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പേപ്പറിൽ എഴുതിയിട്ടിരിക്കുന്ന പൈസയാണ്. അപ്പൊ ആ പൈസ എവിടെ നിന്ന് കൊടുത്തു? ക്യാഷ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രെയിൽ എവിടെയാണെന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെ വെച്ചോ തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരുമോ ശ്രീജിത്ത് പണിക്കർ? ഇങ്ങനെ 2021 ED അന്വേഷണത്തിന്റെ ആ ലിങ്ക് ഹൈക്കോടതി തന്നെ പറയുമ്പോൾ അങ്ങനെ ഒരു EDയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അന്വേഷിക്കണമെന്ന്. അപ്പോൾ ED അന്വേഷണം നിലച്ചോ അതോ ED അന്വേഷണം നടക്കുന്നുണ്ടാകുമോ? നമുക്ക് ഈ അന്വേഷണ റിപ്പോർട്ടുകളിലൂടെയും കോടതികളുടെ ഈ വിധികളിൽ വരുന്ന പരാമർശങ്ങളിലൂടെയും മാത്രമാണല്ലോ ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത്. ഇത് തന്നെ ഈ ROC റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കിട്ടുന്നത് ഇപ്പോഴാണ്. കുറച്ച് ഭാഗങ്ങൾ വന്നിരുന്നു വെളിയിൽ. പൂർണ്ണ രൂപം ഈ പറയുന്ന രീതിയിലാണ്. ഇപ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവിൽ അതിന്റെ പ്രസക്ത ഭാഗങ്ങളുണ്ട്, പൂർണ്ണമായ രൂപമില്ലെങ്കിലും പ്രസക്തമായ ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് വിവരം കിട്ടുന്നു. ഈ ED അന്വേഷണത്തെ കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ചില പരാമർശങ്ങൾ മുൻപ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്.
മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യമായിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചതാണ് അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ലേ എന്ന്. മറുപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് എവിടെ വെച്ചോ തടയപ്പെടുകയായിരുന്നു എന്ന് കരുതേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡീലൊക്കെ ചർച്ചയാക്കേണ്ടി വരുമോ? അല്ല, അവിടെ ഒരു വലിയ രസകരമായിട്ടുള്ള കാര്യമുണ്ട്. കാരണം അന്ന് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു വെർബൽ എക്സ്ചേഞ്ച് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അതിനോടൊപ്പം തന്നെ വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം, ഇത് ED അന്വേഷിക്കേണ്ടുന്ന രീതിയിലുള്ള മണി ലോണ്ടറിംഗിന്റെ സാധ്യതകൾ PMLA ആക്ട് വഴി പരിശോധിക്കേണ്ടതാണ് എന്ന് ROC പറഞ്ഞുകൊണ്ട് അവരൊരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഇങ്ങനെയുള്ള ഒരു എൻക്വയറി അവിടെ നടന്നിട്ടുള്ളതായിട്ട് ഒരുപക്ഷെ ROCക്കും അറിവില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്ന് വെച്ചാൽ ROC പ്രാരംഭമായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം അന്വേഷിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് എടുക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ED അന്വേഷിക്കേണ്ടുന്ന രീതിയിലുള്ള സ്വഭാവം ഈ കേസിലുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു EDയുടെ എൻക്വയറി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ SFIയിലേക്ക് പോകുമ്പോൾ ഈ കോടതി പ്രൊസീഡിംഗുമായി വരുന്ന സമയത്തായിരിക്കും അത് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എൻക്വയറിയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതിനെ പറ്റി വിശദീകരിക്കേണ്ടി വരും. അപ്പൊ അത് ED നമ്മളോട് വന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം